ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പം ഞാനിന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ സംഭവത്തിൻ്റെ ഫുൾ ടൂർ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നോക്കി, നമ്മൾ വരുന്നത്തെ എൻട്രൻസിലുള്ള വ്യൂ നോക്കിക്കേ. മുകളിലും മലയാണ്, അത് കഴിഞ്ഞിട്ടൊരു ചെറിയ എൻട്രൻസ്, അത് കഴിഞ്ഞിട്ട് ഇത്രമാത്രം ചെടികളും പൂക്കളും വിത്ത് ദാറ്റ് നോട്ടി പൂച്ച എപ്പോഴും ഉണ്ടാകും കൂടെ. രാവിലെ എനിക്ക് കഴിഞ്ഞാൽ വീടിൻ്റെ പുറത്തുണ്ടാവും ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പിന്നാലെ വരും. ഓക്കെ, അപ്പോൾ അതാണ്. പിന്നെ നമ്മൾ കാണുന്നത് ഇവിടെ ഒരു ജിമ്മുണ്ട്. കാണിച്ചു തരാം. ജിമ്മന്മാർ എന്നും എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ വന്നാൽ എക്സസൈസ് മുടക്കാതിരിക്കാൻ ഇയാൾ അറിഞ്ഞു പണിതാന്ന് തോന്നുന്നു. ഒരു അത്യാവശ്യം എല്ലാ എക്യുപ്മെൻറ്റ്സ് ഉള്ളൊരു ജിമ്മുണ്ട് ഇവിടെ. അപ്പോൾ അടുത്ത ഇവിടുത്തെ സ്പെഷ്യലായിട്ട് ഒരു ഹോം സ്റ്റേയിലും കാണാത്തൊരു സംഭവമാണ് ഇവിടുത്തെ ഓഫീസ് റൂം. വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർ വന്നാലും അവർക്ക് ഇരുന്ന് വർക്ക് ചെയ്യാനായിട്ട് ഓഫീസ് റൂമുണ്ട്. അതുപോലെ തന്നെ ചായ കാപ്പി കുടിക്കാനായിട്ട് പ്രകൃതിയോട് ചേർന്ന് ഒരു സ്ഥലമുണ്ട്. അവിടെ നമ്മുടെ ആവശ്യത്തിനുള്ള കപ്പുകൾ, വെള്ളം, ചായ, കാപ്പി, ഇങ്ങനത്തെ എല്ലാ സംഭവങ്ങളും അവിടെ അവൈലബിൾ ആണ്. അപ്പം ഞാൻ ഇവിടുത്തെ വ്യൂ കാണിച്ചിട്ട് നിങ്ങൾക്ക് ബാ, ഞാൻ അവിടെ നിന്നോ, നീ ഞങ്ങൾ നടക്ക്. മതി. ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ആളാണോ, അല്ലെങ്കിൽ ഫുൾ ഫാമിലി ലൈഫൊക്കെ ആയിട്ട് ഫുൾ ബിസിയാണ്, ഒരു ബ്രേക്ക് എടുക്കാൻ, ഒരു ലൈഫിനൊരു കോമയിടാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ബെസ്റ്റ് പ്ലേസ് ആണ് മലേഷ്യയിലെ ലങ്കാവിയിലെ ഈ ഒരു സ്ഥലം. എനിക്കറിയാൻ പാടില്ല, എനിക്കിപ്പോൾ പുറത്ത് പോകണേക്കാൾ ഇഷ്ടം ഇവിടെ ഇങ്ങനെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ചിൽ ചെയ്യാനാ. പിന്നെ ഇപ്പം ഇവിടുത്തെ വ്യൂ നോക്കി, അവിടെ നോക്കിക്കേ. നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ട അതേ പാടം തന്നെയാണ് ഇവിടെയും. പക്ഷേ ഇവർ അത് ഭയങ്കരമായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് കുറേ ചെടികളൊക്കെ വെച്ച് കുറച്ച് പൂച്ചകളെയൊക്കെ ഇട്ട് അങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു. ഒരു ഊഞ്ഞാലൊക്കെ ഇട്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈ വീട് ഉണ്ടാക്കിയേക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത് ഭയങ്കര ചീപ്പായിട്ട്, അതായത് ബാമ്പു വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ഒന്നുമല്ല, ജസ്റ്റ് ഷീറ്റ് ഇട്ടേക്കുന്നത്. പക്ഷേ ഇവിടെ കിട്ടുന്ന ഒരു സമാധാനം അത് ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീട് കാണിച്ചു തരട്ടെ. ഇതാണ്. വാ, ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്. നമുക്ക് ഇങ്ങനെ രാത്രിയൊക്കെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ചിൽ ചെയ്ത് ഇങ്ങനെ ആടാനായിട്ട്. പിന്നെ ഇവിടെ നോക്കി ഒരു കൂടാരമുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഒത്തിരി പേരൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഇങ്ങനെ കൂടാരത്തിലിരുന്ന് രാത്രി ഇങ്ങനെ ഗോസിപ്പൊക്കെ പറഞ്ഞിരിക്കുക. ദേ വരുന്നു, നോക്കിക്കേ നീ. ഇവന് രാവിലെ ഓടിച്ചിട്ട് ആ മന്ദം ക്യൂട്ട്നെസ് വാരി വിതറി വന്നില്ലേ, വെറുതെ ഫുഡിന് വേണ്ടി തന്നെ നോക്കിക്കോട്ടാ. ഇപ്പം എൻ്റെ അടുത്തേക്ക് വരും. എന്തിനു വരാത്ത നീ? അതന്നെ സുജിയുടെ പെറ്റ്. പറഞ്ഞില്ലേ ക്യൂട്ട്നെസ് വാരി. ഞാൻ നേരത്തെ നോക്കിയപ്പോൾ ഉണ്ടല്ലോ. എന്തിനു നീ പറയണേ? നേരത്തെ ഞാൻ നോക്കിയപ്പം ഇവനിങ്ങനെ ക്യൂട്ട്നെസ് വാരിയുടെ മലന്ന് കിടന്നു, എന്നിട്ട് കൈയിട്ടടിച്ച് കാണിച്ചു തരുന്നു. എനിക്ക് ആക്ച്വലി നിന്നെ ഇഷ്ടമല്ല കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ട് വശം. ഇനി നമുക്ക് വേറെ വ്യൂസ് കാണിച്ചു തരാം. എൻ്റെ അടുത്ത് വരരുത് കേട്ടോ, എനിക്കിഷ്ടമല്ല എൻ്റെ അടുത്ത് വരുന്നത്. ആക്ച്വലി ഞാൻ വിചാരിച്ചിട്ടുണ്ടല്ലോ ഈ കോഴിയുടെ കൂലൊക്കെ ഇവിടെ നിന്നാണ്. പക്ഷെ ഇത് ഇവിടെ നിന്നത് അപ്പുറത്തെ വീടുകളിൽ നിന്നാണ് കോഴിയുടെ കൂല് കേൾക്കുന്നത്. നമുക്ക് എന്ത് രസമല്ലേ, ഭയങ്കര പീസ്ഫുൾ അന്തരീക്ഷം. അപ്പം ഇതാണ് നമ്മുടെ വീട് വിത്ത് നോട്ടി കാവൽക്കാരൻ. ഇതൊക്കെ വേറെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. പിന്നെന്നാ അടുത്ത പൂച്ച. ഇതെന്താടി പൂച്ചയുടെ സംസ്ഥാന സമ്മേളനം? അത് കാണിക്കടി. കണ്ട നോക്കി. ഒരു കണക്കിന് ഇവിടെ വന്നു വിട്ടത് നന്നായി. കേരളത്തിലാണ് എൻ്റെ അപ്പനും അമ്മയും പുറത്തു പോകാൻ സമ്മതിക്കില്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ നമുക്കിങ്ങനെ വേറെ കൺട്രീസിൽ പോയി എക്സ്പ്ലോർ பண்ணണം അല്ലേ? കിട്ടില്ല. അപ്പം നമ്മൾ സ്റ്റേ ചെയ്യുന്നതോ ബാംബു ഹൗസിലാണ്. നമുക്ക് ഉള്ളിൽ പോയി നോക്കിയാൽ എന്താ ഉള്ളതെന്ന്. കമാൺ. ഉണ്ട്. സോ നമുക്കിവിടെ TV ഉണ്ട്, ഫ്രിഡ്ജുണ്ട്, ഇരിക്കാനായിട്ടൊരു സോഫയുണ്ട്, ആൻഡ് ദെൻ ബെഡ്. അപ്പം ഈ സംഭവം എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് ബാംബു വെച്ചിട്ടാണ്. കണ്ടോ? ആൻഡ് ദെൻ ഒരു ക്യൂട്ട് പെയിൻറ്റിങ് ഉണ്ട് ഇവിടെ. എന്ത് രസമാണ് നോക്കിക്ക്. ഭയങ്കര സിമ്പിൾ സ്റ്റഫ്സാണ്, പക്ഷേ കിഡിലായിട്ട് അവർ ചെയ്ത് വെച്ചേക്കുന്നു അല്ലേ? നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ സെറ്റപ്പൊക്കെ വേണ്ടേ? എയർബിഎൻബിയിൽ നമുക്ക് ഇത്ര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണല്ലേ. ഇത് ക്രിയേറ്റീവായിട്ടാണ് ഇവർ. നോക്കി ഇവിടുത്തെ ലൈറ്റ് നോക്കിക്ക്, കിഡിലും.
ഇനി ടോയ്ലറ്റ് നോക്ക്, കണ്ടോ, വിശാലമായ ടോയ്ലറ്റ്. അതെത്ര ക്ലീനാണോ ഈ ഫ്ലോറൊക്കെ. അപ്പം നമ്മൾ ഇവിടെയാണ് 5 ദിവസം സ്റ്റേ ചെയ്യാൻ പോകുന്നത്. എക്സൈറ്റഡ്.